വിട്ടുകളശ്ശേരെ, നീ ഇപ്പോഴും അതും വിചാരിച്ചോണ്ടിരിക്കണോ? നീ എന്താ മോളെ ഇങ്ങനെ? അവൾ ഏതോ ഒരു പക്ഷിശാസ്ത്രക്കാരി, വഴിയെ പോയവള്. അവള് പറയുന്നത് കേട്ട് നീ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനാ? എന്തമ്മായി, അമ്മായി എങ്ങനെ കാര്യം മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കിയൊരു പക്ഷിശാസ്ത്രക്കാരി. മുരളിയേട്ടൻ എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത കാശ് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇവളുടെ എറിഞ്ഞു കൊടുത്തോണ്ടല്ലേ അവള് തിരിച്ചു തന്നിട്ട് പോയേ. എന്തൊരു കള്ളത്തരോ പറയുന്നേ. ഇനി ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടിപ്പോ. പിന്നൊരു കാര്യം ശ്വേതേ, നിനക്ക് വരുന്ന ഫോൺ കോളിന്റെ സ്വഭാവവും വേറെയാ. അവൻ വിളിക്കുന്നത് കാശ് വാങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ പൗർണമിയാണ്. നിശ്ചയം കഴിയുന്നവരേക്കും പൗർണമിയെ ഈ വീട്ടിലേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കണം. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ആ കാര്യം ഞാനേറ്റു. ആവുന്ന പോലൊക്കെ ഞങ്ങളും എന്തൊക്കെയോ ചെയ്തു നോക്കി, ഒന്നും ഫലിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ സ്റ്റൈലിലൊന്നും ശ്രമിച്ചു നോക്കാൻ വഴിയില്ലല്ലോ ഏട്ടത്തി. ഏട്ടത്തിക്കറിയോ, കോളേജിലൊരു കോന്തൻ പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ വിരട്ടലിനൊടുവിലേ അയാളെ കോമ സ്റ്റേജിലായെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ പൗർണമിക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലൊരു പ്ലാനാ. അതൊന്നും വേണ്ട. അവളെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോയ അവസാനം അത് നമ്മുടെ തലേ തന്നെ വന്നു വീഴും. ശ്വേതേ, ഇത് അവളുടെ കഥ കഴിക്കാനുള്ള ഒരു പ്ലാനാ. ഇത് നീ വേണ്ടെന്ന് പറയരുത്, ഞങ്ങൾ നോക്കിക്കോളാം. ശരി. പൗർണമി, അമ്മായി, ഇങ്ങ് വന്നേ മോളെ. നീ എങ്ങോട്ട് പോവാൻ തോന്നല്ലോ? ഞാൻ കടയിലേക്ക് പോവാ അമ്മായി. അതെയോ? ഒന്നുമില്ല, മട്ടുപ്പാവിലെ തുണി ഉണങ്ങാനിട്ടിട്ടുണ്ട്. നല്ല കാർമേഘം കൂടിയിട്ടുണ്ട്. മഴ വരും മുമ്പ് കേറി എടുക്കാന്നാ വിചാരിച്ചേ. എന്താന്നറിയില്ല, മുട്ടിന് ഭയങ്കര വേദന. നീയും പാവാ, ഈ വീട്ടിലുള്ള സകലമാന ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവളല്ലേ നീ. നിന്റെ അടുത്ത് പറയാനാണെങ്കിൽ എനിക്ക് മനസ്സും വരുന്നില്ല. അതൊന്നും സാരില്ല ചെറുമ്മായി, ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ കടയിൽ പോക്കോളാം. പൗർണമി ഒരിക്കലും ജോലി ചെയ്യാൻ മടിക്കുന്നവളല്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നാ എന്റെ മോള് പോയി എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും കെട്ടിക്കോ, ഞാൻ അവിടെ വരുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ശരി ശരി. ഇങ്ങതാ, ഈ പ്ലാൻ ഫ്ലോപ്പ് ആവരുത്തിട്ടോ. ചെറിയമ്മായി, മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല വെയിലാണല്ലോ. കുട്ടിമാളും ഇവരുടെ പ്ലാനിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പൗർണമിയുടെ കഥ ഇന്നത്തോടെ കഴിയും. അതേ തട്ടി വീണാ പിന്നെ എഴുന്നേക്കാൻ വലിയ പാടാ. ഒരു കാര്യം ചെയ്താലോ, പൗർണമി വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ആ കയറെ തട്ടി ഒന്ന് വീണ് നോക്കിക്കേ. മനസ്സിലിരിപ്പ് കണ്ടില്ലേ? എങ്ങനെങ്കിലും എന്നെ ഒന്ന് കൊന്നൊടുക്കിയിട്ട് വേണം ഇവക്ക് വേറെ ആളെ നോക്കാൻ. മനസ്സ് മുഴുവൻ വിഷം അവളുടെ. ഉറക്കത്തിൽ ഇവളെന്നെ കൊല്ലുവെന്ന പേടി. പെട്ടെന്നാവട്ടെ. മതി, വാ പോ. വാ. കുട്ടിമാളു ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്നുള്ള. ഇവിടെ ആവുമ്പോ നല്ല വ്യൂ ആയിരിക്കും. നമ്മൾ ഇനി അമാന്തിച്ച ഈ ഓർഡർ നമുക്ക് കിട്ടില്ല. ഇത് ആന്ധ്രയിൽ നിന്നുള്ള ഓർഡറാണ്. ഇത് നമ്മൾ അവരുമായി കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്താൽ അവിടെയുള്ള മറ്റു കമ്പനി നമുക്ക് ഓർഡർ തരും. അതുകൊണ്ട് ഞാൻ ഇത് റേറ്റ് കുറച്ചായിട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണേ. നീ എപ്പോഴും അവിടെ ഉണ്ടാവണം. ഞാൻ പോയി പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് വരാം. കുറച്ചുകൂടെ സിൻസിയർ ആവണേ പ്ലീസ്. അളിയ, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് ഞാൻ തന്നെ നേരിട്ട് ഡെലിവറി ചെയ്തേക്കാം. പോരെ? ആ ശരി, നീ വാ. എന്താളിയാ, എല്ലാരും ഭയങ്കര ചർച്ചയാണല്ലോ. ഞങ്ങളിങ്ങനെ വെറുതെ ഓരോ അയാൾക്ക് ക്ലിനിക്കിന് പകരം ബേക്കറി ഇട്ട് കൊടു. നല്ല പോലെ പൊയ്ക്കോളും. ശ്രദ്ധിച്ചേ.
എന്താ മണിക്കുട്ടി ഇത്? നോക്കി നടക്കണ്ടേ? പൗർണമി മുരളീനൊന്നും പറ്റിയില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മണിക്കുട്ടി നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല മുരളിയേട്ടാ. മുരളിയേട്ടൻ ഒരു പൂ പോലെ എന്നെ വന്നങ്ങ് എടുത്തില്ലേ? എന്ത് പൂവല എടുത്തുനിന്ന്? പടി ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങണ്ടേ? ഞാൻ പിടിച്ചില്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. ആ പടിയിൽ തലയിടിച്ച് ആശുപത്രി പോണ്ടി വന്നെ. നീ ഒരു കാര്യം ചെയ്യും, കൈയും കാലൊക്കെ നന്നായിട്ട് കുടഞ്ഞു നോക്ക്, വല്ലതും പറ്റിയോ? അതിനൊന്നും പറ്റിയില്ല മുരളിയേട്ടാ. ചെറിയമ്മേ, അവൾക്ക് ഇത്തിരി വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക്. മണിക്കുട്ടി ഇങ്ങോട്ട് വാ, നടക്ക്. നോക്കി നടക്കണ്ടേ മണിക്കുട്ടി? എവിടെ ഇരിക്കെ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അമ്മായിയോടൊക്കെ ഞാൻ എന്ത് പറയുമായിരുന്നു? ആകെ പേടിച്ചു പോയി. ദേ മണിക്കുട്ടി, ഞാൻ മുകളിലേക്ക് പോവാ. തലച്ചുറ്റിൽ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറ. നമുക്ക് വേഗം തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. ശ്വേത, അവളെ ഒന്ന് ശ്രദ്ധിക്കേ. ഹലോ, ആ പറയൂ സാർ. ആ ശരി സാർ, ഞാൻ ഫയർ എടുക്കാൻ വീട്ടിൽ വന്നിരിക്കാം. അതേ മണിക്കുട്ടി, നീയും മുരളിയും കൂടി പടിയിലൂടെ ഉരുണ്ടു വരുന്നത് കണ്ടപ്പോ സിനിമയിൽ ഹീറോയും ഹീറോയിനും കൂടി ഉരുണ്ടു വരുന്ന പോലെ എനിക്ക് തോന്നി. ശരിയാ, എനിക്കത് കണ്ടപ്പോ രോമാഞ്ചം വന്നു. ഒന്ന് പോയേട്ടാ, ചുമ്മാ എന്നെ കളിയാക്കല്ലേ. അയ്യോ, ഈ പ്രേതം ഇവിടെ ഇരുന്ന് ഓർത്തില്ല ഞാൻ. കണ്ടുരുട്ടുന്നുണ്ട്. ഇന്ന് എന്റെ കാര്യം തീരുമാനമാകും. ഈ പിശാചിന് എന്റെ കൈ കൊണ്ട് വെള്ളം എടുത്ത് കൊടുക്കണോ? നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കും, ഞാൻ പോയി മുരളി ഒന്ന് കണ്ടിട്ട് വരാമേ. ഇപ്പോ ഈ പടിയിലൂടെ മുരളിയും മണിക്കുട്ടിയും ഉരുണ്ടു വന്നത്, ഇതെല്ലാം ചിലപ്പോ ഈ കുട്ടിപ്പിശാചുകളുടെ വേലയായിരിക്കും. ഇവളുമാരുടെയൊക്കെ മുഖം കാണുമ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തതിന്റെ വിഷമം കാണുന്നുണ്ട്. എടി ശ്വേതേ, ഇനിയും നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടാൽ എന്റെ പെങ്ങളുടെ ജീവൻ തന്നെ നീ ഇല്ലാതാക്കും. നീ കാത്തിരുന്നോടി, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വേഗം നടക്കുക. നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അല്ലേ? എന്നിട്ടിപ്പോ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞത് കണ്ടില്ലേ? ഇതിനിടയ്ക്ക് മുരളീട്ടന് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അല്ല, പൗർണമി എവിടെ പോയി? ശരിയാണല്ലോ, നമ്മൾ കാണാതെ എവിടേക്ക് പോയി? പൗർണമി, പൗർണമി എവിടെ പോയി കുട്ടി മാളു? മണിക്കുട്ടി, എന്തു പറ്റി മോളെ? കാലിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചേച്ചി, എന്റെ കയ്യിൽ കിടന്ന മോതിരം ഇല്ലേ, അത് ഒടിഞ്ഞു പോയി. ഇത്രയുള്ളോ? വേറെ വാങ്ങിച്ചു തന്നാ പോരെ? ഇതിനൊക്കെ ആരെങ്കിലും കരയോ എന്റെ മണിക്കുട്ടി? ഇതങ്ങനെയല്ല. ഇത് ഞാൻ വയസ്സറിയിച്ച സമയത്ത് മുരളിയേട്ടൻ നേരിട്ട് വന്ന് എന്റെ മഞ്ഞൾ നീരാട്ടൊക്കെ നടത്തി എന്റെ കയ്യിലിട്ട് തന്ന മോതിരം. അത് പോയതുകൊണ്ടാണ് എനിക്ക് വിഷമായത്. മുരളിയേട്ടനെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ തോന്നുക ചേച്ചി. നീ കരയല്ലേ? അതിനൊക്കെ കരയേണ്ട കാര്യമുണ്ടോ? മറ്റുള്ളവർ കരയുന്ന കണ്ടല്ലേ നിനക്കൊക്കെ ഇഷ്ടപ്പെടും. കള്ളികള്. ശരി പോട്ടെ, കരഞ്ഞൂന്ന് കരുതി പോയത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ മണിക്കുട്ടി. അതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കും. കരയല്ലേ, കണ്ണീര് തുടക്കി.
നിങ്ങൾ പറഞ്ഞ പോലെ നടന്നു. ഒരു വ്യത്യാസം മാത്രം, മുറിവ് പറ്റിയത് ദേഹത്തിനല്ല, അവളുടെ മനസ്സിനാ. ഒത്തിരി അങ്ങ് ചിരിക്കണ്ട, എല്ലാം കൂടെ കൂടിയിരുന്ന് പിന്നെ കരയേണ്ടി വരും. എന്തായാലും കൊള്ളാം, അവള് കരയുന്നത് കാണാൻ പറ്റിയല്ലോ. എനിക്കത് മതി. ഈ വീട്ടിൽ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പോകുമ്പോ ഇവിടെ കമ്പി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്താടാ, എന്താ നീ നോക്കുന്നേ? ഒന്നുമില്ലല്ലോ. എപ്പോ ചിറ്റേ, നമ്മുടെ റൈസ് മില്ലിൽ ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ഓർഡറാ, ആന്ധ്ര എന്നുള്ളതാ. ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ചിറ്റയുടെ അനുഗ്രഹം ഉണ്ടാവും. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ. ശരി ചിറ്റേ, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അമ്മേ, എന്നെയും കൂടെ അനുഗ്രഹിച്ചാലും. നന്നായി വരട്ടെ. തള്ളയുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോയ അന്നത്തെ കാര്യം പോക്കാം. മണിക്കുട്ടി, അവിടെ നിൽക്കി. ഓഹോ, അപ്പൊ നീ എന്നോട് പലതും മറക്കാൻ തുടങ്ങിയില്ലേ? എന്താ മുരളിയേട്ടാ? ഞാൻ നേരത്തെ ചോദിച്ചപ്പോ നീ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നേ? ദേഹത്ത് മുറിവൊന്നും പറ്റിയിട്ടില്ല മുരളിയേട്ടാ. ഇത് നോക്കി, ഇതെന്താന്ന് മുരളിയേട്ടന് ഓർമ്മയുണ്ടോ? ഇത് മോതിരം. ഇതിലിപ്പോ ഓർക്കാൻ മാത്രം എന്താ ഉള്ളത്? അതെന്താ മുരളിയേട്ടാ, ഒന്നുകൂടെ ആലോചിച്ചു നോക്കിയേ. ഇല്ലില്ല, എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. എന്താന്ന് പറ. ഒന്ന് പോ മുരളിയേട്ടാ. ഞാൻ വയസ്സറിയിച്ച സമയത്ത് മുരളിയേട്ടൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലായിരുന്നോ? അന്ന് ഇട്ട് തന്ന മോതിര. എന്നാലും മുരളിയേട്ടൻ അത് മറന്നു കളഞ്ഞല്ലോ. മുരളിയേട്ടന് എന്നെ കുറിച്ച് ഓർമ്മയില്ല, എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മതി ഓർമ്മയില്ല. മതി, ഒത്തിരി നാളായാലേ അത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്ന് അത് പോയി. അത് നീ കാര്യാക്കണ്ട. ശരി, ഓക്കെ, സോറി, മതിയല്ലോ. എനിക്കിപ്പോ ഒന്നും കേക്കണ്ട. മുരളിയേട്ടൻ ഇട്ട് തന്നതായതുകൊണ്ടാ ഇത്രയും നാള് ഞാനത് അഴിക്കാഞ്ഞത്. ഇപ്പൊ വീണപ്പോ അത് പൊട്ടിപ്പോയി. അതാ മനസ്സിന് വല്ലാത്ത വിഷമം. പൗർണമി, നിന്റെ മുരളിയേട്ടൻ വന്നിട്ടുണ്ട്. നിന്റെ മഞ്ഞൾ നീരാട്ടിന്റെ ചടങ്ങുകളൊക്കെ നടത്താൻ വന്നിരിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? വേഗം ചടങ്ങുകൾ തുടങ്ങാൻ നോക്ക്. നിന്റെ മുരളിയേട്ടൻ മോതിരയിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇനി തൊട്ട് ഇവള് നിന്റെ പെണ്ണായിരിക്കും മുരളി. അന്നിട്ട് ആ മോതിരം നീ ഇത്രയും നാള് സൂക്ഷിച്ചു കൊണ്ട് നടക്കായിരുന്നോ? അതെങ്ങും കളയാതെ? അതെ മുരളിയേട്ടാ, മുരളിയേട്ടൻ ആദ്യമായിട്ട് എനിക്ക് തന്നതല്ലേ. എനിക്കതൊരു വലിയ കാര്യമായിരുന്നു. ഇപ്പൊ അത് പൊട്ടിപ്പോയപ്പോ
നമുക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ പേടിയാവോ. എന്താ ഇത്? ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കാതെ. ഒരു മോതിരം പൊട്ടിപ്പോയിന്ന് വെച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം പോവും. എന്റെ മണിക്കുട്ടി, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നങ്ങ് വിചാരിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. ശരി മുരളിയേട്ട, മുരളിയേട്ടൻ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ അതോർത്ത് വിഷമിക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യ്, ആ മോതിരം കാണിച്ചേ. ഉം, ഉം. ഓ, ഇത്രയേ ഉള്ളൂ. ശരി, ഇതേ മോഡലില് ഇതേ സൈസില് നിനക്ക് ഇന്ന് തന്നെ ഞാനൊരു പുതിയ മോതിരം വാങ്ങിച്ചു തരാം. അത് മതിയല്ലോ? സത്യമായിട്ട് വാങ്ങിത്തരൂ മുരളിയേട്ട? എന്താ മണിക്കുട്ടി ഇത്? നിനക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് ചെയ്യാതിരിക്കൂ. ഏ? ഏ? പിന്നെ ഞാൻ ഇതും പ്രതീക്ഷിച്ചോണ്ടിരിക്കും. എന്നെ കളിപ്പിക്കല്ലേ. ഒരിക്കലുമില്ല, ഉറപ്പായിട്ടും വാങ്ങിത്തരും. ഓക്കെ? സത്യം ചെയ്ത് പറ. ഓ ശരി, ദേ ഞാനാണ് അയ്യോ, സത്യം. മുരളിയേട്ടനെ തൊട്ട് സത്യം ചെയ്യല്. തലയിൽ തൊട്ട് സത്യം ചെയ്താ ആയുസ് കുറയുന്നാ പറയാ. മുരളിയേട്ടൻ എനിക്ക് വിശ്വാസം. അയ്യോ, ഇവളുടെ ഒരു കാര്യം. ശരി, ഓക്കെ, മോതിരം വാങ്ങി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. അത് വേണ്ട മുരളിയേട്ടാ, അമ്മയും മുത്തശ്ശിയും വീട്ടിലില്ല. അടുത്ത ഗ്രാമത്തിലെ ഒരു കല്യാണത്തിന് പോയിരിക്കാം. ശരി. മുരളിയേട്ടൻ അത് വാങ്ങിയിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി. ഒരുപാട് സന്തോഷമായി മുരളിയേട്ടാ. ആ മോതിരം എന്റെ കൈ കിടക്കുമ്പോ എനിക്ക് മുരളിയേട്ടൻ എന്റെ കൂടെയുള്ള പോലെ തന്നെ തോന്നും. ഇപ്പൊ മുരളിയേട്ടൻ തന്നെ അത് വാങ്ങിച്ചു തരാന്ന് പറയുമ്പോ ഒരിക്കലും മുരളിയേട്ടൻ എന്നെ വിട്ടിട്ട് പോവില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ആ മോതിരം ഇടയ്ക്കിടയ്ക്ക് ഉരയ്ക്കണം. അപ്പൊ ഞാനൊരു ഭൂതമായിട്ട് നിന്റെ മുന്നിൽ വന്ന് നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരാം. ഓക്കെ ആണല്ലോ? ഉം. ഇപ്പൊ സന്തോഷമായല്ലോ? ഉം. എന്നാ നമുക്ക് പോവാം. ഒരു മിനിറ്റ് അളിയാ, നീ അങ്ങോട്ട് നടന്നു, ഞാനിപ്പോ വരാവേ. എന്നാ ശരി, പോയി വാ. ശരി ചേച്ചി, മുരളിയേട്ടൻ എനിക്ക് പുതിയ മോതിരം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനായത്. മാധവിയെ മല്ലികയെ മന്ദാരപ്പൂം കുരുവിയെ. വിശന്ന് ചത്തിട്ടാണ് അവലും പലരും എടുത്തത്. അത് തിന്നാനുള്ള യോഗം ഇല്ലാണ്ടായി പോയല്ലോ. ഇത് നിലത്തൊന്നും വാരി തിന്നിട്ട ഗതി കേടായി. പൗർണമി സന്തോഷിക്കുന്നത് കാണുമ്പോ പച്ചമുളക് അരച്ച് ദേഹത്ത് മുഴുവൻ തേച്ച പോലെ എനിക്ക് തോന്നുന്നത്. മോതിരം പൊട്ടിയത് കണ്ട് സന്തോഷിച്ച് കുറച്ചു നേരം പോലും ആയില്ല. അതിനുള്ളിൽ അത് മാഞ്ഞുപോയി. മുരളിയേട്ടന്റെ രൂപത്തിൽ അതും വന്നത്. മുരളിയേട്ടൻ അവൾക്ക് പുതിയ മോതിരം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ അവള് പോയത്. അതെ, മുരളിയേട്ടൻ അവക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുത്താലും അത് അവള് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ഇനിയിപ്പോ മോതിരം വാങ്ങിച്ചു കൊടുത്താൽ പറയാനുണ്ടോ? ഇനി എന്തൊക്കെയാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഒരിക്കലും ആ മോതിരം അവളിടാൻ പാടില്ല. മോതിരം പൊട്ടിയത് കണ്ട് സന്തോഷിച്ച് കുറച്ചു നേരം പോലും ആയില്ല. അതിനുള്ളിൽ അത് മാഞ്ഞുപോയി. മുരളിയേട്ടന്റെ രൂപത്തിൽ അതും വന്നത്. മുരളിയേട്ടൻ അവൾക്ക് പുതിയ മോതിരം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ അവള് പോയത്. അതെ, മുരളിയേട്ടൻ അവക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുത്താലും അത് അവള് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ഇനിയിപ്പോ മോതിരം വാങ്ങിച്ചു കൊടുത്താൽ പറയാനുണ്ടോ? ഇനി എന്തൊക്കെയാണോ ഇവിടെ നടക്കാൻ പോകുന്നത്? അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഒരിക്കലും ആ മോതിരം അവളിടാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഞാൻ അത് എന്റെ കൈക്കലാക്കും. നീ എന്താ മോതിരം മോഷ്ടിക്കാൻ പോവാണോ? ഒന്ന് പോടി മോളെ. നീ ശ്വേത ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊന്ന് വേണമെന്ന് ആഗ്രഹിച്ച അത് നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ മടിക്കില്ല. മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കുണ്ടായിട്ടില്ല. ഇത് എന്നോട് തന്നെ എനിക്കുള്ളൊരു മത്സരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മോതിരം ഈ വിരലിൽ വേണം കിടക്കാൻ. എങ്കിൽ മുരളിയേട്ടൻ എന്റെ സ്വന്തം. ഇല്ലെങ്കിൽ അവളുടെ വിരലിൽ കേറിയ മുരളിയേട്ടൻ അവൾക്കുള്ളത്. എടി ഭയങ്കര. ഞാൻ ഒരുപാട് മോഹിച്ചൊരു ജീവിതമാണിത്. ആ മോതിരം പോയി അതും പോവും. രണ്ടിലൊന്ന് ഇന്നറിയണം. മുരളിയേട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഞാനാണോ പൗർണമിയാണോ എന്ന്. മോഷ്ടിക്കില്ല എന്ന് നീ പറഞ്ഞു.
അപ്പൊ പിന്നെ നിന്റെ പ്ലാൻ എന്താ? വെയിറ്റ് ആൻഡ് വാച്ച്. നീ ആള് കൊള്ളാലോടി. മുരളി ഇതുവരെ മോതിരം മേടിച്ചിട്ട് പോലും ഇല്ല. അതിനു മുൻപ് ഇവള് അവൾക്ക് കൊണ്ടുവരുന്ന മോതിരം അടിച്ചു മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണല്ലോ. ഇവളെ ഇങ്ങനെ വിട്ടാൽ ഒട്ടും ശരിയാവത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവളെ പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം.